ഗുഡ് മോർണിംഗ് ചേട്ടത്തി. ആ ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഉറങ്ങിയപ്പോ രാത്രി ഒരുപാടായല്ലേ? ആദ്യക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ കൂടെ ഇരുന്നു. അത് നന്നായി. ഭാര്യമാരായ അങ്ങനൊക്കെ വേണം. വായ്ക്ക് രുചിയുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും കുട്ടികളെ പ്രസവിക്കുന്നത് മാത്രമല്ല ഒരു നല്ല ഭാര്യയുടെ കടമ. അവന്റെ മനസ്സറിഞ്ഞ് പെരുമാറണം. കേട്ടിട്ടില്ലേ, ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന്? അല്ല, തിരിച്ചുകൊണ്ട്. ചില പെണ്ണുങ്ങൾ കൂടെ കൂടിയ അതവന്റെ അധോഗതിയായിരിക്കും. അതല്ലേ നിങ്ങൾ ഈ ജാതകമൊക്കെ നോക്കുന്നേ. ചേരാൻ പാടില്ലാത്തത് ചേരാൻ പാടില്ല. പൂജമോളുടെ ആദിമോന്റെയും പഴയ കഥകളൊന്നും എനിക്കറിയില്ല. എന്നാലും നിങ്ങളെ ഒന്നിപ്പിച്ചത് ദൈവമാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് തരില്ലല്ലോ. അതെല്ലാം അതിജീവിച്ച് നിങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായി ജീവിക്കില്ലല്ലോ. ചേട്ടത്തി ഒരു കാര്യം പറഞ്ഞാ മോൾ അനുസരിക്കൂ? എന്താ ചേട്ടത്തി? മോളുടെ മനസ്സിലുള്ള സ്നേഹം ഓരോ നിമിഷവും ആദിക്കുട്ടൻ തിരിച്ചറിയണം. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? വശീകരണം. ചേട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? അതേ മോളെ, അതല്ലാതെ മറ്റൊരു പോംവഴി ഞാൻ കാണുന്നില്ല. മോൾ ആ ചെവി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എല്ലാ ടെക്നിക്കും ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞുതരാം. അമ്പടി ഭയങ്കരി. ഇപ്പം മോൾ അങ്ങോട്ട് നോക്കരുത്. ആ ചെടിയുടെ പിന്നിലെ ഗോമതി മറഞ്ഞു നിപ്പുണ്ട്. അവക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാ ഈ നമ്പര്. മോള് നന്നായിട്ടൊന്ന് അഭിനയിച്ചേക്കണം. മനസ്സിലായോ? എങ്ങനെയുണ്ട് മോളെ? എന്നാലും ചേട്ടത്തി, ഇത്രയും വലിയ ടെക്നിക്കൊക്കെ ചേട്ടത്തിയുടെ കയ്യിലുണ്ടായിരുന്നോ? ഇതൊക്കെ എന്ത്? ഇതിലും വലുത് ഞാൻ മോക്ക് പറഞ്ഞുതരാം. ഓ, അപ്പൊ ഇതിലും വലുതുണ്ടോ? ശരിയാക്കി തരാടി നിനക്ക്. വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. പോയി പോയി പോയി. ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഷോക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെന്താ ഒരു രസം? നേരെ പോയിട്ടുണ്ട് പാവ ആമി മോളെ ഇളക്കാൻ. ഓ